നന്ദനയെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്ത വിവരം പത്രത്തിൽ നിന്നും അറിയുന്ന പ്രതിഭ. ഇത് ലൈൻ വേറെ. ബോധപൂർവ്വ സംഭവത്തിന്റെ ഗതി തിരിച്ചുവിടാനുള്ള പരിപാടിയാ. പത്രവാർത്ത പ്രതാപവർമ്മയെ അറിയിക്കുന്ന പ്രതിഭ. SIയെ കാണാൻ ക്വാർട്ടേഴ്സിലെത്തുന്ന സേതുലക്ഷ്മി. പ്രതാപവർമ്മ കോവിലകത്തെത്തി സേതുവിനെയും ഭാഗീരഥി തമ്പുരാട്ടിയെയും വെല്ലുവിളിക്കുന്നു. വിദ്യാഭാരതി അമ്മയെ ഫോണിൽ വിളിക്കുന്നു. തുടർന്ന് നന്ദനയും വിദ്യാഭാരതിയും സംസാരിക്കുന്നു. ഇനി തുടർന്ന് കാണുക. പിന്നെ അടുത്ത ആഴ്ച ഞാൻ ജോലിക്ക് പോയി തുടങ്ങാന്ന് വിചാരിക്ക. ജോലിക്കോ? അത് വേണോ? അതിനെന്താ മോളെ? പുറത്തൊക്കെ പോകുമ്പം വളരെ സൂക്ഷിക്കണം. ജോലിക്ക് പോയില്ലെങ്കിലും വേണ്ടില്ല, എനിക്കാകെ പേടിയാവുന്നു. അങ്ങനെ പേടിക്കാൻ തുടങ്ങി എങ്ങനെയപ്പ ജീവിക്കുക? എന്നും വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ? എപ്പോഴും ആരെങ്കിലും കൂടെ ഉണ്ടാവണം. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാം. എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷേ എങ്ങനെയാ മോളെ? ഹലോ ഹലോ. ആ, എന്താ ഒന്നും മിണ്ടാത്തത്? അമ്മയ്ക്ക് അവിടെ സുഖാണോ? ആ അതെ, എന്ന് ഞാൻ ഓർക്കാറുണ്ട്. മോളെ. വിദ്യാഭാരതി, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ആ, ഓക്കെ, മാഡത്തിനെ ഏൽപ്പിക്കും. അഡ്വക്കേറ്റ് എന്ന നിലയിൽ മാത്രം പോരെ എനിക്ക് വനജയുടെ ഹെൽപ്പ്. ഒരു സുഹൃത്തെന്ന നിലയ്ക്കുള്ള സമീപനവും വേണം. കാരണം ഈ വിഷയത്തിൽ ഒരു കുടുംബ പ്രശ്നം കൂടിയുണ്ട്. മനസ്സിലായി. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ. കേട്ടിട്ട് വനജയ്ക്ക് എന്താ തോന്നുന്നത്? ഇപ്പോഴത്തെ കണ്ടീഷനിൽ പോയാൽ ഈ കേസ് എവിടെ എത്തില്ല. കുറ്റവാളി ഈസിയായി രക്ഷപ്പെടും. വാടക കൊലയാളിയെ ഏർപ്പാടാക്കിയവർ പിടിക്കപ്പെടുകയില്ല. അത് പാടില്ല. കേസ് അട്ടിമറിക്കപ്പെടരുത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പറ. കോടതിയിൽ ഒരു ഹർജി കൊടുക്കണം. കൊടുക്കാം. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ രീതി എന്തായിരുന്നു? ഞാനാ SIയെ വിളിച്ച് ആദ്യം വിവരം അറിയിക്കുന്നത്. നന്ദന ഹോസ്പിറ്റലിലായ ഉടനെ പോലീസ് വീട്ടിലെത്തി ഒരു അന്വേഷണം നടത്തി. പേരിനൊരു തെളിവെടുപ്പും. പിന്നീട് ആശുപത്രിയിലെത്തി നന്ദനയുടെ മൊഴിയെടുത്തു. അതിനുശേഷം അനക്കൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ SIയെ പോയി കണ്ട് ചൂടായപ്പോഴാ അറസ്റ്റ് മറ്റും ഉണ്ടായത്. ഈ പിടിക്കപ്പെട്ട പാർട്ടിയില്ലേ ശവക്കോട്ട ഷാജി, അയാളെയും കൊണ്ട് സ്പോട്ടിൽ വന്ന് തെളിവെടുപ്പ് നടത്തിയില്ലേ? ഇല്ല. അത് കൊള്ളാലോ. എങ്കിലും നമുക്ക് സ്ട്രോങ് ആയിട്ട് നീങ്ങാം. വനജ പറ, ഞാൻ റെഡി. മതിയായ രീതിയിൽ കേസന്വേഷണം നടന്നില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണം. പ്രതിയെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുക്കാതിരുന്നത് നിസ്സാര കാര്യമല്ല. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണത്. SI കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് നമ്മൾ സംശയിക്കുന്നു. അതിനൊത്താശ ചെയ്യുന്നത് നന്ദനയെ വകവരുത്താൻ ഏർപ്പാടാക്കിയവരാണ്.
പ്രേരണാകുറ്റം ചെറിയ കാര്യമല്ലല്ലോ. യഥാർത്ഥത്തിലുള്ള പ്രതി അയാളല്ലേ? അതാണ് നമ്മൾ പ്രധാനമായി പറയാൻ പോകുന്നത്. യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെട്ടിട്ടില്ല. കൂടാതെ കൊലപാതക ശ്രമം പോലീസ് മനഃപൂർവ്വം കവർച്ചാ ശ്രമമാക്കി. ഒരു സാധനം പോലും കവർച്ച ചെയ്യപ്പെട്ടിട്ടുമില്ല. ഇത്രയും വിവരങ്ങൾ കാണിച്ച് നമുക്കൊരു ഹർജി കൊടുക്കാം. തുടർ നടപടി എന്തായിരിക്കും അനുജേ? കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിടും. അതോടെ പിക്ചർ മറ്റൊന്നാവും. എങ്കിൽ പിന്നെ വൈകിക്കണ്ട, നാളെ തന്നെ ഹർജി കൊടുക്കാലോ അല്ലേ? ഐ ആം റെഡി. അങ്ങനെ ഒരുത്തനും രക്ഷപ്പെടണ്ട. ചെയ്തവനല്ല, ചെയ്യിച്ചവനാ എന്റെ ടാർജറ്റ്. പിന്നെ ഒത്താശ ചെയ്തു കൊടുത്ത ആ ഇൻസ്പെക്ടർ. എങ്കിൽ ശരി, വരട്ടെ. ശരി ശരി. വക്കീല് പറഞ്ഞതാ അതിന്റെ കാര്യം. നമ്മള് അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. എന്നാലും ഈ പോലീസുകാരെ എങ്ങനെ വിശ്വസിക്കും? അവരുടെ വീട്ടിലുള്ള പെമ്പിള്ളാർക്ക് ഇങ്ങനെ ഒരു അനുഭവം വരണം, അന്നേരം മനസ്സിലാവും. എല്ലാ പോലീസുകാരും അങ്ങനല്ലമ്മേ. ഡിപ്പാർട്ട്മെന്റിൽ എത്രയോ നല്ല ഓഫീസേഴ്സ് ഉണ്ട്. ഒരുപാട് കേസുകൾ അവർ സത്യസന്ധമായി അന്വേഷിക്കുന്നുണ്ട്. നമ്മുടെ അനുഭവം ഇപ്പൊ ഇതാണോ? ഞാനതേ പറഞ്ഞുള്ളൂ, അല്ലേ മോളെ? ഒന്നും വേണ്ടായിരുന്നെന്ന് എനിക്കിപ്പോ തോന്നണത്. കേസ്, അന്വേഷണം, അറസ്റ്റ് എന്നും ഓരോ പ്രശ്നങ്ങളാ. കേസ് തേഞ്ഞുമാഞ്ഞു പോണോന്നാണോ നന്ദന പറയുന്നത്? എന്നാലും വേണ്ടില്ല. പ്രതിഭാഗത്തുള്ളവരും അതുതന്നെ ആഗ്രഹിക്കുന്നത്. നീ അവരുടെ ഭാഗം ചേരിയ അങ്ങനെ രക്ഷപ്പെടാൻ അനുവദിച്ച ആ ക്രിമിനൽസിന് ഒന്നുകൂടെ ഊറ്റം കൂടും. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വെച്ചാ ഇതിനേക്കാൾ വലിയ ആക്രമണമായി അവർ വീണ്ടും വരും. കേസിലും വഴക്കിലും ഒന്നും താല്പര്യമില്ലെങ്കിലും സേതു പറഞ്ഞത് ശരിയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ പൊളിറ്റിക്സ് പറയല്ല, അനീതിയെ ചെറുത്ത് തോൽപ്പിക്കുന്ന നന്ദനെ. ശരിക്കും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. പകരം അനീതി കണ്ടില്ലെന്ന് നടിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യോ? അതറിയാഞ്ഞിട്ടല്ല കുഞ്ഞമ്മ ഞാൻ അങ്ങനെ പറഞ്ഞത്. മനസ്സിലായി. ഈ വീട്ടിൽപ്പെട്ട ഒരാൾ മറുപക്ഷത്തുള്ളതല്ലേ മോളെ അലട്ടുന്നത്. ആ വിചാരം വേണ്ടത് നമുക്കല്ല, പ്രതാപവർമ്മയ്ക്ക്. അയാള് വിദ്യേച്ചയുടെ ഭർത്താവാണെന്നുള്ളത് സത്യം. നിർഭാഗ്യവശാൽ അങ്ങനൊരു ബന്ധുത്വം ഉണ്ടായിപ്പോയി എന്ന് പറയുന്നതാ എനിക്കിഷ്ടം. എന്ന് കരുതി തെറ്റല്ലാതാവുന്നില്ല. അമ്മ എന്താ ഒന്നും പറയാത്തത്? മകളുടെ ഭർത്താവിനെ കുറിച്ചായി പറഞ്ഞതല്ല. അത് ഓർക്കുമ്പോ എനിക്കും മനപ്രയാസമുണ്ട്. എന്തു ചെയ്യാം? മായിച്ചു കളയാൻ പറ്റുന്ന ബന്ധമാണോ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞു കേൾക്കുന്നത് പോലെ പ്രതാപവർമ്മയാണ് ഇവിടെ നടന്ന സംഭവത്തിന് പിന്നിലെങ്കിൽ അയാളെ വെറുതെ വിട്ടുകൂടാ. അങ്ങനെ ഒരു ഔദാര്യം കാണിച്ച് വർമ്മയെ രക്ഷപ്പെടുത്തിയാൽ, അയാൾ രക്ഷപ്പെട്ടാൽ അതിൽ വിഷമിക്കുന്ന ഒരാൾ കൂടിയുണ്ട്, വിദ്യ. എന്റെ മകൾ എന്നുള്ളതല്ല, നന്ദനയുടെ അമ്മയാ വിദ്യാഭാരതി. അതിനുശേഷ അവള് പ്രതാപവർമ്മയുടെ ഭാര്യയായത്. നൊന്തുപെറ്റ കുട്ടിയുടെ ജീവനെടുക്കാൻ വാടക കൊലയാളിയെ ഏർപ്പാടാക്കിയത് ഭർത്താവായാലും ക്ഷമിക്കില്ല ഒരു പെണ്ണും. അങ്ങനെ പൊറുക്കാൻ കഴിയില്ല ഒരമ്മയ്ക്ക്. അതുകൊണ്ട് സേതുവിന്റെ യുക്തം പോലെ എന്താന്ന് വെച്ചാ ചെയ്യുക. ഇക്കാര്യത്തിൽ ഒരാളുടെ ഇഷ്ടോ അനിഷ്ടോ നോക്കണ്ട. രണ്ടാഴ്ച കൊണ്ട് തലമുടി വല്ലാതെ കൊഴിഞ്ഞു പോയല്ലോ മോളെ. ആശുപത്രിയിലല്ലായിരുന്നു മുത്തശ്ശി, അതിന്റെയാ. നല്ലൊരു പിടി തലമുടി ഉണ്ടായിരുന്നാ. സാരയില്ല, ഞാനൊരെണ്ണ കാച്ചി തരാം. കറ്റാറുവാഴപ്പോളയും കൃഷ്ണതുളസിയും കറിവേപ്പിലയൊക്കെ ഇട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം. ഭാസ്കറിനോട് പറഞ്ഞ എല്ലാം അടുപ്പിച്ചു തരും. സേതുലക്ഷ്മി നിന്റെ അമ്മയൊക്കെ മുമ്പ് സ്ഥിരമായിട്ട് ആ എണ്ണയായിരുന്നു തലേ തേച്ചിരുന്നത്. അപ്പൊ മുത്തശ്ശിയോ വേറെ നല്ല എണ്ണ വാങ്ങിയാണ് തേച്ചിരുന്നേ? ഓ, അതിന്റെ ഇടയിൽ ഒരു കുസൃതി ചോദ്യം. അമ്മേ,
ആ അമ്മേ ഞാൻ ഇവിടെയുണ്ട്, നീ കാര്യം പറഞ്ഞോ. എനിക്ക് നാളെ തിരുവനന്തപുരത്തേക്ക് പോകണം. അപ്പോ കുറെ ദിവസത്തേക്ക് ഇവിടെ കാണില്ലെന്നാണോ? അവിടെ ചെന്നതിന് ശേഷം അറിയാൻ പറ്റൂ. എന്തായാലും അധിക ദിവസം തങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറിപ്പോയ ഒരാഴ്ച. ഓരോ ആവശ്യത്തിന് പോണമെങ്കിൽ പോയല്ലേ പറ്റൂ, അല്ലേ മോളെ? ആ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടമ്മേ. അമ്മയും ഞങ്ങൾ 4 മക്കളും കൂടി ഒരു തവണ സംസാരിച്ചതാ. പക്ഷേ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. അമ്മയ്ക്ക് മനസ്സിലായോ? പറയേ. അമ്മയുടെ എന്റെയും പേരിലുള്ള കോവിലകത്തെ സ്വത്തിന്റെ കാര്യം വാക്കാൽ പറഞ്ഞതുകൊണ്ടായില്ല. എന്തെങ്കിലും ചെയ്യണം. വസ്തുവകകൾ വെറുതെ ഇട്ടതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. ആൺമക്കൾ രണ്ടുപേരും പലതും പ്രതീക്ഷിച്ചിരിപ്പാണ്. ജഗന്നാഥനോ രഘുനാഥനോ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? നേരിട്ട് പറഞ്ഞില്ല. എന്നാലും ചില സൂചനകൾ കേൾക്കുമ്പോൾ അറിയാലോ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. തരാനുള്ളത് കഴിയുന്നതും നേരത്തെ നിങ്ങൾക്ക് വീതിച്ചു തരണമെന്ന എന്റെ ആഗ്രഹം. മനുഷ്യന്റെ കാര്യല്ലേ, ആർക്ക് എപ്പോ എന്താ സംഭവിക്കാന്ന് എങ്ങനെ അറിയാ? അമ്മ അപ്പോഴേക്കും കാട് കയറാൻ തുടങ്ങിയോ? ഞാനുള്ള കാര്യം പറഞ്ഞതാ. ഇതുവരെ എനിക്ക് 2 ആമക്കളെയും 2 പെമ്മക്കളെയും കാര്യം മാത്രം ഓർത്താൽ മതിയായിരുന്നു. ഇപ്പോ 5ാമതൊരാളുടെ കാര്യം കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു, എന്റെ കുട്ടിയുടെ കാര്യം. അങ്ങനിപ്പോ അമ്മ മാത്രമായിട്ട് അത് ആലോചിച്ച് കൂട്ടാന്ന് വിചാരിക്കണ്ട. നന്ദനയുടെ കാര്യത്തിൽ എനിക്കും ഉണ്ട് ഉത്തരവാദിത്തം. കുഞ്ഞമ്മേ, നോ, കൊച്ചുകുട്ടികളുടെ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതല്ല. മിണ്ടാതിരുന്നാ മതി, കേട്ടല്ലോ? എങ്കിൽ നമുക്കൊരു വക്കീലിനെ കാണാൻ ചെയ്തു. എന്റെ ഒരു ഫ്രണ്ട് അഡ്വക്കേറ്റ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. അത് മതി. എന്നാ ശരി, എനിക്കൊരു ജില്ലാ കമ്മിറ്റി ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. നന്ദനക്ക് എന്തെങ്കിലും വാങ്ങണോ? വേണ്ട കുഞ്ഞമ്മേ. നല്ല ചോദ്യം, നല്ല ഉത്തരം. എന്തെങ്കിലും വേണമെന്ന് ഇതുവരെ ഇവള് പറഞ്ഞിട്ടുണ്ടോ? ശരി അമ്മേ. മക്കളെയും മരുമക്കളെയും ഒന്നുകൂടി വിളിച്ചു കൂട്ടണം. എല്ലാവർക്കും കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പ്രതാപവർമ്മയെ മെരുക്കാനാണ് പാട്. ശ്വാസം മുട്ടുന്നതോ വിദ്യാഭാരതിയും. കോടതി നമ്മൾ കൊടുത്ത ഹർജി വെച്ച് താമസിപ്പിക്കില്ല, ഉടനെ പരിഗണിക്കും. ജഡ്ജിയോട് ഞാൻ പേഴ്സണലായി സംസാരിച്ചു. താങ്ക് യു. ദേ ഫോർമാലിറ്റി ഒന്നും വേണ്ട കേട്ടോ. എങ്കിൽ തന്ന താങ്ക്സ് തിരിച്ചെടുത്തിരിക്കുന്നു. ആ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാ? കോവിലകത്തെ മുഴുവൻ സ്വത്തിന്റെയും പിന്തുടർച്ചാവകാശമല്ലേ? അതെ. അമ്മയെ കൊണ്ടൊരു വിൽപത്രം എഴുതിക്കണം. അതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം. സ്വത്ത് തർക്കം വല്ലതുകൊണ്ടോ? തർക്കമായിട്ട് പറയാനില്ലെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ 4 മക്കളല്ലേ? അതെ. ഏറിയ പങ്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. അതൊക്കെ സ്വാഭാവികം. നന്ദനയുടെ കാര്യത്തിൽ അമ്മ എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്നും ചോദിച്ചില്ല. അതെന്തോ ആവട്ടെ, പാരമ്പര്യമായിട്ടുള്ള സ്വത്താണ്. അമ്മയുടെ ഇഷ്ടപ്രകാരം എങ്ങനെ വേണമെങ്കിലും ഭാഗം വെക്കാം. വില്ലെഴുതി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാവുമ്പോ പിന്നീട് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. എഴുതി വച്ചിരിക്കുന്നത് അനുസരിക്കേ നിവൃത്തിയുള്ളൂ. ശരി, ഞാൻ അമ്മയുടെ വിവരം ശരി, മനജിക്കിന് കോടതി പോണ്ടേ? ഉച്ചയ്ക്ക് പോയാൽ മതി. ആ മറ്റേ കത്തിന്റെ കാര്യം ഞാൻ വിളിച്ചു പറയാം കേട്ടോ. ഓക്കെ, ശരി ശരി. ആ ആ ഓക്കെ, ശരി, ബൈ. അമ്മേ, നന്ദന റെഡിയായില്ലേ അമ്മേ? ഇപ്പൊ വരും. നന്ദനേ, മോളെ. ആ ഇറങ്ങാം. എനിക്കെന്തായാലും ടൗണിലൊന്ന് പോകണം. ഞാൻ ഓഫീസിൽ വിട്ടേക്കാം. വാ. വൈകിട്ട് സേതു ഇവളെ ഓഫീസിൽ നിന്നും കൊണ്ടുവരില്ലേ? അതിപ്പോ എങ്ങനെ പറയാ? എന്നാ പിന്നെ ഭാസ്കരനെ ഒരു 4 മണിയാകുമ്പോ അങ്ങോട്ട് അയക്കാം. അതൊന്നും വേണ്ട മുത്തശ്ശി. ഇങ്ങനെ പേടിച്ചു തുടങ്ങിയാലോ? മോൾക്കത് പറയാം. ഇവിടെ ഇരിക്കുന്നവർക്കറിയാം അതിന്റെ പ്രയാസം. എല്ലാവരും ഉള്ള സമയത്ത്, അതും പകല് വീട്ടിൽ കയറി. മതി അമ്മേ, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ഓരോന്ന് പറഞ്ഞ് അമ്മ നന്ദനയുടെ ധൈര്യം കൂടി കളയാതിരുന്നാ മതി. കുറെ ദിവസത്തെ അവധി കഴിഞ്ഞ ജോലിക്ക് പോകുന്നല്ലേ. മോളുടെ പേരിലൊരു ഭാഗ്യസൂക്താർച്ചന നടത്താൻ ഭാസ്കരനെ അമ്പലത്തിലേക്ക് അയച്ചിരിക്കുക.
ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, വഴിപാടിന്റെ പ്രസാദം വാങ്ങിയിട്ട് ഇറങ്ങാം. അമ്മ അതൊക്കെ ലേറ്റ് ആവും. വൈകി ഓഫീസിൽ ചെല്ലണ്ട. പോകുന്ന വഴിക്ക് ഞങ്ങൾ കാർ നിർത്തി പ്രാർത്ഥിച്ചോളാം. മറക്കാതിരുന്നാ മതി. ശരി, വാ. വാ. എന്താ മോളെ? പറഞ്ഞോ. എനിക്ക് ആ ഫോണൊന്ന് തരൂ. ദാ, ഒരു നമ്പർ ഒന്ന് എടുത്തു തരൂ. എത്രയെന്ന് പറ. അത് എനിക്ക് അമ്മയെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. ദാ. എന്താ സേതു? കുഞ്ഞമ്മയല്ല, ഞാനാ. ഞാനിന്ന് വീണ്ടും ജോലിക്ക് പോവാ. ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചു പറയണം തോന്നി. മോളെ, നീ തനിച്ചാണോ പോകുന്നത്? അല്ല, കുഞ്ഞമ്മ കൂടെ വരും. സൂക്ഷിക്കണേ. ഞാൻ വെറുതെ പറയുന്നല്ല. ഇന്നലെ ആരും അറിയാതെ ഞാൻ എന്റെ ജോലിസിനെ പോയി കണ്ടു. മോളുടെ ജന്മനക്ഷത്രം വെച്ച് നോക്കിയപ്പോ ലക്ഷണം തീരെ മോശ. ഏറ്റവും ചീത്ത സമയമാണെന്നാ ജോത്സ്യം പറഞ്ഞത്. അത് കഴിഞ്ഞല്ലോ. അങ്ങനെയല്ല, ഇനി ആയാലും ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കറിയാം. മുത്തശ്ശിയും കുഞ്ഞമ്മയൊക്കെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യമായി മോള് ജോലിക്ക് പോയ ദിവസം ഓർക്കുന്നോ? അന്ന് എന്റെ അമ്മയുടെ കാല് തൊട്ട് നീ അനുഗ്രഹം വാങ്ങിക്കുന്ന കണ്ടപ്പോ എനിക്ക് എന്തുമാത്രം സങ്കടം വന്നെന്നറിയോ? കണ്ണ് നിറഞ്ഞിട്ടൊന്നും കാണാൻ വയ്യാതായി. അമ്മേ, മനസ്സുകൊണ്ട് ഞാൻ അമ്മയുടെ പാദം തൊട്ട് നമസ്കരിക്കുക. അമ്മ അനുഗ്രഹിക്കണം. എന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും മോക്കുണ്ടാവും. പോവാം. അമ്മേ, വിദ്യേച്ചിയുടെ കാര്യം ഓർത്തിട്ട് വിഷമമുണ്ട്. അടുത്തുണ്ടായിരുന്ന സമയത്ത് ഉള്ളിലെ സ്നേഹം ഒളിപ്പിച്ചു വെക്കേണ്ടി വന്നു. അകന്നു പോയപ്പോൾ ആ സ്നേഹം പങ്കുവെക്കണമെന്നുണ്ട്. പക്ഷേ ഹെൽപ്ലെസ് ആവുന്നു. അശ്വിനോ ആദിത്യനോ ഒരാളെങ്കിലും ചേച്ചിയുടെ സൈഡ് നിൽക്കാനുണ്ടായിരുന്നെങ്കിൽ അല്പം ആശ്വാസം ഉണ്ടായിരുന്നു. ഇത് അച്ഛനും മക്കളും ഒറ്റക്കെട്ട. അവര് വിദ്യേച്ചി ഒറ്റപ്പെടുത്തുക ചെയ്യുന്നേ. അങ്ങോട്ടൊന്ന് പോയി കാണാന്ന് വിചാരിച്ച അതും പ്രയാസം. ഒന്നാമത് ഇത്രയും ദൂരം. പിന്നെ അവിടെ ചന്ദ്രഹാസം എടുത്ത് നിൽക്കുകയല്ലേ പ്രതാപവർമ്മ. വഴിതടയലാണെന്ന് വിചാരിച്ചു കാണും. അതെ, വഴിതടയല. അതെ, എന്റേതായ ചെറിയൊരു പ്രതിഷേധമുറ. കൊച്ചമ്മ AC-ന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങുമോ? പുറത്തേക്ക് ഇറങ്ങി പാടി. നിങ്ങളിത് എന്ത് ഭാവിച്ച? പറയാം. പെണ്ണെ, നീ ഇറങ്ങ്.